എല്ലാവർക്കും വാഴ ടൈംസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഏവർക്കും പ്രിയപ്പെട്ട ഓന്ത് ഫറൂഖ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമാണ് വിദേശീയ അവിഹിത ബന്ധം. അപ്പോ ഇന്ന് നമ്മോടൊപ്പം കൂടെ ഉള്ളതാണ് നമ്മുടെ സ്വന്തം ഗുണ്ടശേഖരൻ ഷാജി. സ്വാഗതം സർ. പിന്നെ നമ്മോടൊപ്പം കൂടെ ഉള്ളതാണ് പോക്കിരി സുമേഷ്. സ്വാഗതം സർ. പിന്നെ ഏതാനും നിമിഷത്തിനകം നമ്മുടെ സ്വന്തം കരാട്ടെ ബഷീർ എത്തിച്ചേരുന്നതാണ്. ശ്രീ പി സുമേഷ്, താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? വിദേശീയ അവിഹിതമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച വിഷയം. അപ്പൊ വിദേശത്ത് താങ്കൾക്ക് അറിയുന്ന പോലെ ഏറ്റവും നല്ലൊരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് നമ്മുടെ യൂത്തിന്റെ ഏറ്റവും വലിയ ഇൻസ്പയറിങ് ആക്ടർ CM ആണ് പുള്ളി. എനിക്ക് പുള്ളിനോട് ഭയങ്കര റെസ്പെക്റ്റും ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ജനറേഷനില് ഒരു ആൺകുട്ടീനെയും ഒരു പെൺകുട്ടീനെയും ഒരുമിച്ച് കണ്ടാൽ നമ്മുടെ നാട്ടുകാർ അതിന് വേറെ ഇതായിട്ട് ചിത്രീകരിക്കും. സ്കൂളുകളിൽ തന്നെ എത്ര കേസുകളാ ഉള്ളത്. അവർ ഒരുമിച്ചിരുന്നു, അവർ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. അതേ തന്നെയാണ് ഈ ഒരു വിദേശീയ ബന്ധത്തിൽ ഞാൻ കാണുന്നത്. എൻ്റെ ലൈഫിൽ പേഴ്സണലി എൻ്റെ അമ്മ ഇതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് പറയാനുള്ളത് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അവർ തമ്മിൽ അത്ര ഇയേഴ്സ് കോവർക്കേഴ്സ് ആയിട്ട് നിന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും കാണും. നമ്മുടെ ഈ പപ്പരാസി പീപ്പിൾ ആണ് ഇതിനെ ഇത്രയും മോശമാക്കിയുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പി സുമേഷിന് പറയാനുള്ളത് നമ്മൾ കേട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ജി ഷാജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രിതേഷിന്റെ ഭാര്യ സുലത, അവളൊരു പക്കാ കുടുംബിനിയ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന് വ്യക്തമായ ഒരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ ഡിവോഴ്സ് കേസ് ഒക്കെ ഫയൽ ചെയ്തല്ലോ. ഇതുവരെയായിട്ട് ആ ആക്ട്രസിനോട് അവിഹിതമായിട്ടാണല്ലോ. ആ പേര് എവിടെയെങ്കിലും വന്നോ? ഇല്ല, വന്നില്ലല്ലോ. വന്നോ? അവൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം വിദേശിന്റെ എല്ലാ പോസ്റ്റിലും നോക്കിക്കോ അവളുടെ ഫോട്ടോ കാണും. വിദേശിന്റെ പോസ്റ്റിൽ ആരാ ഉള്ള? ടിയ, അവള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. ഇവര് അവിഹിതം അത്രേ ഉള്ളൂ. നാണമുണ്ടോ? മക്കള് 2, കെട്ടിക്കാൻ പ്രായമായല്ലോ. ഞാൻ ഇതിനെതിരാണ്. ഞങ്ങൾ എല്ലാവരും ഇതിനെതിരാണ്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ശ്രീ ജി ഷാജി, അതല്ല അയാളുടെ പേര്? ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പേഴ്സൺ. അയാള് പറഞ്ഞത് ഈ ഡിവോഴ്സ് കേസിനെ പറ്റിയാണ്. ഓക്കെ, ആ സ്ത്രീ ഒരു സ്ത്രീയുടെയും പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് റൈറ്റ്സ് ആണ് പറയാൻ മാത്രം എന്താണുള്ളത്? ടിയ എന്ന് പറയാൻ മാത്രമല്ല, അതിൽ വേറെ ഏതൊക്കെയോ സ്ത്രീകളുണ്ട്. നമുക്കറിയാം അയാൾക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണ് റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സുലത അവൾ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പല തവണ ഐഡി കാണിക്കും. എത്ര പെണ്ണുങ്ങളായിട്ട് എന്ന് വെച്ച് താങ്കൾ അവരൊക്കെ എന്റെ ഭാര്യ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. താങ്കളുടെ ഭാര്യനെ പറ്റി കുറിച്ചല്ല ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന. ഇതില് ബന്ധക്കാരിന്ന് സുലത പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറയുന്നത് വരെ എന്ത് അവകാശമാണ് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി പറയാൻ? നിങ്ങൾ ചിന്തിക്കുക ഗൈസ്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ തലയിൽ ബുദ്ധി തന്നെയാ ഉള്ളത്, തലച്ചോറാണോ ഉള്ളത്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും രണ്ടുപേരും കൂടിയിട്ട്. താൻ നിർത്തോടെ തന്നെ ലോജിക്കില്ലാത്ത വർത്താനം തുപ്പലടിച്ച് നീ പോലെ ഇല്ലും കഷ്ണമേ കണ്ണുപൊട്ടാ. എന്റെ അടിസ്ഥാനത്തിൽ താന്റെ കണ്ണുപൊട്ടെന്ന് വിളിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട്, ശക്തമായ റീസൺ ഉണ്ട്. എന്ത് റീസൺ? ഞങ്ങളുടെ തലയിൽ തലച്ചോറിന്റെ ഉള്ളത്. എല്ലാവരും നിർത്തും. അപ്പൊ ഒരു സാങ്കേതിക തകരാറുകൾ കാരണം നമ്മൾ ഒരു ഇടവേള എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉച്ചയൂണിന് ശേഷം കാണുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഉച്ചയൂണിന് ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്വന്തം കരാട്ടെ ബഷീർ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോ ഒരു അടുത്ത സെക്ഷനിൽ അയാളും നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ അത് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ ആയിരിക്കും അടുത്തത്. അപ്പൊ നമുക്ക് ഉച്ചയൂണിന് ശേഷം കാണാം. ഞാൻ പറഞ്ഞതിൽ നിന്ന് 1% പോലും ഞാൻ തിരിച്ചു പോവുകയില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചിരിക്കും. ചില കണ്ണുപൊട്ടന്മാരുണ്ട്, അവര് അതെന്താ അങ്ങനെ എന്താ പറഞ്ഞേ? തന്തയ്ക്ക് വിളിച്ചോ? അങ്ങേര് എന്റെ തന്തയ്ക്ക് വിളിച്ചോ? എടാ, തന്ത ഉണ്ടായിട്ട് തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നവന് ഇനി നീ നിന്റെ ഷോപ്പിൽ ഇറക്കാം. ഇനി ഞാൻ എവിടെ നിന്ന് തട്ടും. ഭീഷണി നീയൊക്കെ ആദ്യം തട്ടും. ഞാനേ 100 വർഷം വേണേ ജീവിക്കും. നിന്റെ അമ്മാവനാണോ കാലൻ? നീ ആരാടാ എന്നെ പറയാ? എനിക്ക് റൈറ്റ്സ് ഇവരൊക്കെ ഉള്ള എന്നെ പറയാൻ? തന്തയായ മതിയാ. തന്ത പറയാൻ മാത്രം എന്താണ്ടായേ?
ഫണ്ണായിട്ട് എടുക്കണം. ഇവന്റെ തുപ്പലശ്ശേരി വിളിച്ചല്ലേ ഇവന്റെ ഓരോ ഓന പാലക്കാട് നാട് വെച്ച് കളിക്കില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സ്വന്തം വിദേശിനും ടിയയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.